കടൽ കൊള്ളക്കാരെ ചെറുക്കുന്നതിനും സുപ്രധാന കടൽ മാർഗങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധത ഊട്ടിയുറപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡുകൾ വീണ്ടും തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരിക്കുന്നു. 3 മാസം മുമ്പ് സൊമാലിയൻ കടൽ കൊള്ളക്കാർ തട്ടിക്കൊണ്ടുപോയ ചരക്ക് കപ്പൽ കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യൻ നേവി സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയത്. കപ്പലിലെ 17 ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തെത്തിച്ചു. 35 കടൽ കൊള്ളക്കാർ ഇന്ത്യൻ നാവികസേനയ്ക്ക് മുന്നിൽ കീഴടങ്ങി. ഇന്ത്യൻ മഹാസമുദ്രത്തിലും അറബിക്കടലിലും തങ്ങളുടെ ആധിപത്യത്തിൻ്റെ ഒരു ഉദാഹരണം ഒരിക്കൽ കൂടിയാണ് ഇന്ത്യൻ നാവികസേന വീണ്ടും കാണിച്ചു കൊടുത്തിരിക്കുന്നത്. അറബിക്കടലിൽ നടന്നുകൊണ്ടിരിക്കുന്ന കടൽക്കൊള്ള വിരുദ്ധ ഓപ്പറേഷനിൽ നാവികസേന വിജയം കൈവരികയും കടൽക്കൊള്ളക്കാരുടെ പിടിയിൽ നിന്ന് MV റൂവൻ എന്ന വ്യാപാര കപ്പലിനെ രക്ഷപ്പെടുത്തുകയും 35 കടൽക്കൊള്ളക്കാരെ തടവിലിടുകയും ചെയ്ത ഈ സംഭവം ഇതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ്. ഇന്ത്യൻ നാവികസേനയുടെ INS കൊൽക്കത്ത, INS സുഭദ്ര എന്നീ യുദ്ധക്കപ്പലുകളുടെയും ഡ്രോണുകളുടെയും മറൈൻ കമാൻഡുകളും ഏകദേശം 40 മണിക്കൂറോളം നീണ്ടുനിന്ന ഓപ്പറേഷനിൽ പങ്കെടുത്തു. ഈ ഓപ്പറേഷനിലും താരമായത് മാർക്കോസ് കമാൻഡോകളാണ്. മാർക്കോസ് കമാൻഡോകൾ വിമാനത്തിൽ നിന്ന് അറബിക്കടലിലെ കടൽ കൊള്ളക്കാരുടെ ഇടയിലേക്ക് അപ്രതീക്ഷിതമായി ചാടിയിറങ്ങുകയായിരുന്നു. ഓപ്പറേഷൻ്റെ ഭാഗമായി വ്യോമസേനയുടെ C-70 ഗ്ലോബ് മാസ്റ്റർ ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൻ്റെ സഹായത്തോടെ മാർക്കോസ് കമാൻഡോകളെ ഇന്ത്യയിൽ നിന്ന് 2600 കിലോമീറ്റർ അകലെ അറബിക്കടലിൽ ഇറക്കിയിരുന്നു. കൂടാതെ മാർക്കോസ് കമാൻഡോകൾക്കായി നിരവധി പ്രത്യേക ബോട്ടുകളും അറബിക്കടലിൽ ഇറക്കി. ഈ ബോട്ടുകളുടെ സഹായത്തോടെ ഇന്ത്യൻ മാർക്കോസ് കമാൻഡോകൾ തട്ടിക്കൊണ്ടുപോയ വ്യാപാര കപ്പലായ MV റൗണിൽ കയറുകയും കടൽ കൊള്ളക്കാരെ കീഴടങ്ങാൻ നിർബന്ധിതരാകുന്ന ഒരു ഓപ്പറേഷൻ നടത്തുകയുമായിരുന്നു. നാവികസേനയുടെ ഈ ഓപ്പറേഷൻ ഏകദേശം 40 മണിക്കൂർ നീണ്ടുനിന്നു. ഈ സമയത്ത് കടൽ കൊള്ളക്കാർ ഇന്ത്യൻ സൈനികർക്ക് നേരെ പലതവണ വെടിയുതിർത്തു. ഇതിനിടെ പാരച്യൂട്ട് വഴി കടൽ കൊള്ളക്കാരുടെ കപ്പലിലേക്ക് പറന്നിറങ്ങിയാണ് മാർക്കോസ് കമാൻഡോകൾ ഓപ്പറേഷൻ വിജയിച്ചത്. ഇതിനു മുൻപ് കടലിൽ നടന്ന ഇത്തരം പല ഓപ്പറേഷനുകളിലും മാർക്കോസുകൾ തന്നെയായിരുന്നു താരങ്ങൾ. ലോകത്തെ ഏറ്റവും മികച്ച 10 കമാൻഡോ വിഭാഗങ്ങളിലൊന്നാണ് ഇന്ത്യൻ നാവികസേനയുടെ മറൈൻ കമാൻഡോ ഫോഴ്സ് എന്ന മാർക്കോസ്. യുദ്ധസാമഗ്രികളുടെ ഭാരവും വഹിച്ച് ആകാശത്തു നിന്നും പാരച്യൂട്ടിൽ ഇറങ്ങാൻ ശേഷിയുള്ള ലോകത്തെ അപൂർവം കമാൻഡോ ഗ്രൂപ്പ്. 1987 സ്ഥാപിതമായ മാർക്കോകൾ ഫോഴ്സ് 1, ഗരുഡ്, നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്, പാരാ കമാൻഡോകൾ എന്നിവയുൾപ്പെടെ രാജ്യത്തെ അതിശക്തമായ കമാൻഡോ യൂണിറ്റുകളിൽ ഒന്നാണ്. മറൈൻ കമാൻഡോ ഫോഴ്സ് അല്ലെങ്കിൽ മാർക്കോസ് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നാവികസേനയിലെ ഏറ്റവും കടുപ്പമേറിയ സൈനിക ഗ്രൂപ്പാണിത്. ഇവർ വേഗത്തിലുള്ളതും രഹസ്യവുമായ പ്രവർത്തനങ്ങൾ നടത്താൻ തീവ്രമായ പരിശീലനത്തിലൂടെ കടന്നുപോകുന്നു. US നേവി സീൽസിൻ്റെ മാതൃകയിലാണ് മാർക്കോസുകളുടെ പ്രവർത്തനം. കരയിലും വായുവിലും കടലിലും ഉൾപ്പെടെ എല്ലാത്തരം സാഹചര്യങ്ങളിലും മാർക്കോസിന് പ്രവർത്തിക്കാൻ സാധിക്കും. കൂടുതൽ അനുഭവപരിചയവും പ്രൊഫഷണലിസത്തിന് അന്താരാഷ്ട്ര പ്രശസ്തിയും വർഷങ്ങളായി സേന സ്ഥിരമായി നേടിയിട്ടുണ്ട്. ഇന്ത്യൻ സൈന്യവുമായി സഹകരിച്ച് മാർക്കോസ് ജമ്മു കാശ്മീരിൽ ധലം നദിയിലും വൂലാർ തടാകത്തിലുമുടനീളം കലാപവിരുദ്ധ പ്രവർത്തനങ്ങളും പ്രത്യേക നാവിക പ്രവർത്തനങ്ങളും പതിവായി നടത്തുന്നു. ഭയമില്ലാത്ത ചിലർ എന്നാണ് മാർക്കോസിൻ്റെ മുദ്രാവാക്യം. മുംബൈ ഭീകരാക്രമണ സമയത്ത് ഭീകരരെ നേരിട്ടപ്പോൾ മാർക്കോസുകളുടെ വീര്യവും ധൈര്യവും ശ്രദ്ധേയമായി. 2008 താജ് ഹോട്ടൽ ആക്രമണത്തെ ചെറുക്കാൻ പ്രാരംഭഘട്ടത്തിൽ മാർക്കോകളും സഹായിച്ചതായി ഒരു റിപ്പോർട്ട് പറയുന്നു. 1980കളുടെ അവസാനത്തിൽ ശ്രീലങ്കൻ ആഭ്യന്തര യുദ്ധത്തിനിടയിൽ മാർക്കോസ് ഓപ്പറേഷൻ പവൻ എന്നറിയപ്പെടുന്ന ഒരു സുപ്രധാന ഓപ്പറേഷൻ നടത്തി. LTTEയുടെ കൈവശമുള്ള പ്രധാന പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിൽ അവരുടെ നിർണായക പങ്കാളിത്തം മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചു. ഇന്ത്യൻ സമാധാന സേനയുടെ ഭാഗമായിരുന്ന ഓപ്പറേഷൻ പവൻ 1987 ശ്രീലങ്കയിലെ ജാഫ്ന, ട്രീങ്കോമാലി തുറമുഖങ്ങൾ പിടിച്ചടക്കുന്നതിൽ സഹായിച്ച പ്രാരംഭ ദൗത്യമായിരുന്നു. ഇന്ത്യൻ സൈന്യത്തോടൊപ്പം മാർക്കോസ് കാർഗിൽ യുദ്ധത്തിലും പങ്കെടുത്തു. മാർക്കോസ് ടീമിലെ ഓരോ അംഗവും അവരുടെ 20 വയസ്സിൻ്റെ തുടക്കത്തിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇവർ കഠിനമായ പരിശീലനവും തിരഞ്ഞെടുക്കൽ പ്രക്രിയയും വിജയിച്ചിരിക്കണം. തിരഞ്ഞെടുക്കൽ മാനദണ്ഡങ്ങൾ വളരെ കർശനമാണ്. വ്യോമഗതാഗത പ്രവർത്തനങ്ങൾ, കോമ്പാറ്റ് ഡ്രൈവിംഗ്, ഭീകരവാദത്തിനെതിരായ പ്രതിരോധം, ഹൈജാക്കിംഗ്, ആൻറ്റി പൈറസി, നേരിട്ടുള്ള പ്രവർത്തനം, നുഴഞ്ഞുകയറ്റം, പുറന്തള്ളൽ വിദ്യകൾ, പ്രത്യേക നിരീക്ഷണം, പാരമ്പര്യേതര യുദ്ധം എന്നിവയെല്ലാം പരിശീലന പരിപാടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.